അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനങ്ങനെ പുതിയൊരു ട്രിപ്പിന് വേണ്ടി പുറപ്പെട്ടു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് മാവേലിക്കര. ഒരു ഹാൻഡ് ബാഗേജും കുറച്ച് ഫുഡ് ഐറ്റംസും ഒരു ബോട്ടിൽ വെള്ളമായിട്ടാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തന്നെ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. നമ്മൾ നമ്മുടെ സീറ്റിലിരുന്നു. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് 12:05 പകല്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇതാണ് നമ്മൾ വന്ന കോച്ച്. നമുക്കിനി നടക്കാം കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഓട്ടോയോ ടാക്സിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് വേണം നടക്കാം എയർപോർട്ടിലേക്ക്. അങ്ങനെ നടന്നു പോകാൻ തീരുമാനിച്ചു കേട്ടോ ഞാൻ. അടിപൊളി ഒരു വോൾവോയുടെ ബസ് ഉണ്ടോ, അടിപൊളി സ്ലീപ്പർ ബസ്. അങ്ങനെ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. 1.8 കിലോമീറ്റർ ഉള്ളൂ. 8:10 ഞാൻ അവിടെ എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ്. പൊറോട്ടയ്ക്ക് അടിക്കുന്നുണ്ടോ. എയർപോർട്ടിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 നമ്മളെത്തി. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇവിടുന്ന് 12 മണിക്കാണ്. ഇനി സമയമുണ്ട്, ഇപ്പോൾ 8:15 ആയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക കേട്ടോ. ഇനി നമുക്ക് എയർപോർട്ടിനകത്ത് കയറാം. നമ്മുടെ ബോർഡിംഗ് പാസും ബാക്കി സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലോഞ്ചിൽ കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ എയർപോർട്ടിനുള്ളിൽ എത്തി കേട്ടോ. ഇനിയും ബോർഡിംഗ് പാസ് എടുക്കണം, അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് നേരെ ലോഞ്ച് എവിടെയാണെന്ന് നോക്കിയിട്ട് ലോഞ്ച് കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും ബോർഡിംഗ് പാസും ഒക്കെ കിട്ടി. നമുക്ക് ഇനിയിപ്പോൾ ലോഞ്ചിൽ കയറി നോക്കാം കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ കാർഡ് ഹോൾഡേഴ്സിന് ഗേറ്റ് നമ്പർ 6 പോകാനാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് എയർപോർട്ടൊക്കെ നോക്കി നമുക്ക് പോവാം. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ എയർപോർട്ടിൽ, ട്രിവാൻഡ്രം എയർപോർട്ടിൽ. ഇച്ചിരി അത്രയും വലുതല്ലെങ്കിലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കാറിന് ലോഞ്ച് ആക്സസ് കിട്ടിയേക്കും കേട്ടോ. ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. ആപ്പിൾ ജ്യൂസ് കുടിച്ചാലോ? ഓക്കേ. ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ ഫ്ലൈറ്റ് നൈറ്റ് 12 മണിക്കാണ്. 12 മണി വരെ നമുക്ക് സമയമുണ്ട്. കുറച്ച് നേരം നമുക്ക് ലോഞ്ചിലിരിക്കാം. ലോഞ്ചിലിരുന്ന് ഒരു 1 hour 2 hour ലോഞ്ചിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പോകാം. ഓക്കെ. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. മധുരമായിരിക്കും. എന്നാലും ഞാൻ 2 എടുത്തു. ഒരു മാർബിൾ കേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ലോഞ്ച്. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇതാണ് MH117. അത് എസ്റ്റിമേറ്റഡ് 12:55 കോലാലംപൂർ. നമുക്കിവിടെ എയർപോർട്ടിൽ താഴെ കേട്ടോ നമ്മുടെ നോർമൽ ബോർഡിംഗ് പാസ് കിട്ടുന്ന സ്ഥലം, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് തന്നെയാണ് ഈ ലോഞ്ച്. ഭയങ്കര കുട്ടി ലോഞ്ച് കേട്ടോ, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് സമയം ഇപ്പം 9:15 ആയതുള്ളൂ. നമുക്ക് ഇനിയും സമയമുണ്ട്. നമുക്ക് അത്ര നേരം ഇവിടെ ഇരിക്കാം. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. മിക്സ് ഫ്രൂട്ട് കസ്റ്റേർഡ് കേക്ക്, പിന്നെ ഇതെന്താ ക്യാരറ്റ് ഖീര്, കേർഡ് റൈസ്, പപ്പായ, മാംഗോ അൽഫോൺസ. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ടേസ്റ്റ്. നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പപ്പായ, ഇത് വാട്ടർമെലൺ, കേക്ക്, പിന്നെ ഒരു മാംഗോയുടെ എന്തായാലും നമ്മുടെ ഫോണൊക്കെ കുത്തിയിട്ടു. ഇങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ ഇവിടെ. ഞാനിവിടെ ലോഞ്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടത്, താഴെ എയർപോർട്ട് ക്ലീൻ ചെയ്യുന്നൊരു ഐറ്റം കണ്ടോ, ഓട്ടോമാറ്റിക്. പുള്ളി അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു കേട്ടോ. സാധനം കൊള്ളാൻ എന്തായാലും. കുറച്ച് ഫ്രൂട്ട്സ് എടുത്തേക്കും കേട്ടോ.
കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാലഡും ഇന്ന് കഴിച്ച് തകർക്കും ഞാൻ. അങ്ങനെ ലോഞ്ചിലൊക്കെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് പോകാൻ ഇനിയും സമയം ബാക്കിയാണ്. ഇപ്പം സമയം 12:10 ഉള്ളൂ. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യേണ്ടതാണ്, പക്ഷേ 1 മണിക്കൂർ ഡിലേ ആണ്. 12:55 മാത്രമേ നമ്മുടെ ഫ്ലൈറ്റ് എത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതും ഫ്ലൈറ്റ് മാറിയുള്ള എന്തായാലും വെയിറ്റ് ചെയ്യണം.